മലയാളി പെണ്ണുങ്ങളെ, നിങ്ങൾ അടുക്കളയിൽ കിടന്ന് നരയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുണ്ടാക്കിയ ശീലങ്ങളാണ്. കേരളത്തിലെ എല്ലാ വീട്ടിലും അതിരാവിലെ ഒരു ഫുഡ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണെന്ന് വെച്ചാൽ മലയാളി വീട്ടമ്മ അതിന്റെ പ്രാരംഭ ജോലികൾ തലേ ദിവസം തുടങ്ങണം. അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് കുതിർക്കണം, അരച്ച് മാവ് പൊങ്ങാൻ വെക്കണം, രാവിലെ എഴുന്നേറ്റ് ഇഡലി ഉണ്ടാക്കണം, പിന്നെ തരാതരം പോലെ സാമ്പാറും ചമ്മന്തിയും വേണം. കേരളത്തിലെ വീട്ടമ്മ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ എടുക്കുന്ന എഫർട്ട് ഉണ്ടെങ്കിൽ അമേരിക്കയിലെ ഒരു സ്ത്രീ 1.5 ആഴ്ച കുക്ക് ചെയ്യും. നമ്മച്ചാണ് സത്യം. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം മലയാളി വീട്ടമ്മ ഒരു ദിവസം അടുക്കളയിൽ ചിലവഴിക്കുന്നത് 1.5 മുതൽ 2 മണിക്കൂറിലേറെയാണ്. എന്നിട്ട് ഉണ്ടാക്കുന്ന ഇഡലിയും സാമ്പാറും മലമറിക്കുന്ന ഒരു സമീകൃതാഹാരമാണോ? അതേന്ന് ചോദിച്ചാൽ ഒപ്പിക്കാമെന്ന് മാത്രം. എന്നാൽ ഒരു പുഴുങ്ങിയ മുട്ടയും അല്പം ഓട്സും ഒരു പഴവും കഴിച്ചാൽ അതിന്റെ 4 ഇരട്ടി പോഷണവും എനർജി അകത്തില്ലും. ഇഡലി സാമ്പാർ ദുരിതത്തിന്റെ 10-1 സമയവും വേണ്ട. അമേരിക്കക്കാരി 4 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കയ്യിലെടുത്ത് ഒരു ജ്യൂസും കഴിച്ച് ഓഫീസിലേക്ക് ഓടും. ബ്രേക്ക്ഫാസ്റ്റ് കാറിലിരുന്ന് ഡ്രൈവിങ്ങിനിടെ കഴിക്കും. അവർക്ക് അവരുടെ സമയത്തിന്റെ വില അറിയാം. നമ്മളിവിടെ ആഴ്ചയിൽ 2 വട്ടം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത്രയും എഫർട്ട് വേണ്ടി വരുന്ന ഒരു ഡിഷ് വർഷത്തിൽ ഒരിക്കൽ ക്രിസ്മസിന് മാത്രമേ കാനഡയിലെ വീട്ടമ്മ ചെയ്യുന്നുണ്ടാകൂ. മലയാളി സ്ത്രീകൾ അടുക്കളയിൽ കിടന്ന് നരകിക്കുന്നത് അവരുടെ തന്നെ കുക്കിംഗ് റൊമാൻറ്റിസം എന്ന കാൽപ്പനികത കൊണ്ടല്ലേ? കുടുംബത്തിന് ആഹാരം ഉണ്ടാക്കുന്നത് ലളിതമായ ജൈവ പ്രക്രിയയല്ല കേരളത്തിൽ. അതൊരു പെർഫോമൻസ് ആർട്ടാണ്. രാവിലെ ഓട്സ് ഉണ്ടാക്കി കെട്ടിയവനെയും പിള്ളേരെയും കാത്തിരിക്കുന്ന പെണ്ണിനോട് അവരുടെ ഒരു ചോദ്യമുണ്ട്. ഇന്ന് ഒരു ഓട്സ് ആണോ? ഞങ്ങളെന്താ രോഗികളോ? ഈ വീട്ടിൽ വേറൊന്നുമില്ലേ? ഈ പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്താൽ മതിയോ? നിനക്കിടെ കുറച്ച് മടി കൂടുതലാട്ടോ സുമേ. എങ്ങനെയുണ്ട്? ഒരു സ്ത്രീ അടുക്കളയിൽ 4 മണിക്കൂർ ചെലവഴിച്ചാൽ അവൾ സൂപ്പർ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ചെയ്ത് ബാക്കി സമയം ഒരു പുസ്തകം വായിച്ചാലോ, ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്താലോ, ഒരു ചെറിയ ബിസിനസ് തന്നെ തുടങ്ങിയാലോ ആ വില കിട്ടില്ല. അതാണ് കേരളത്തിലെ പല സ്ത്രീകൾക്കും സ്വന്തം സമയം എന്നൊരു ആശയം തന്നെ ഇല്ല. അവരുടെ ദിവസം മുഴുവൻ അടുക്കളയിൽ ഇന്നത്തേക്ക് എന്തെന്ന ചോദ്യത്തെ ചുറ്റിയാണ്. അതിനാലാണ് ഇവിടെ ഒരു സാധാരണ ദോശ പോലും ഇമോഷണൽ പ്രൊജക്റ്റ് ആകുന്നത്. ഇതിൽ ഏറ്റവും രസം, മലയാളികൾ ഈ സങ്കീർണമായ കുക്കിങ്ങിനെ നല്ല സംസ്കാരം എന്ന് വിളിക്കുന്നതാണ്. അല്ല, എല്ലാം സംസ്കാരമല്ല, ചിലത് വെറും ശീലങ്ങളാണ്. ഇത്രയും വായി പിടിച്ചുണ്ടാക്കിയിട്ടും ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പ്രമേഹ രോഗികളും കൊളസ്ട്രോളിന് ചികിത്സ തേടുന്നവരും കേരളത്തിലായി പോയത് യാദൃശ്ചികമായിരിക്കും അല്ലെ? വീട്ടിൽ കുക്ക് ചെയ്താൽ ഹെൽത്തിയാവും എന്ന പറച്ചിൽ നിന്നും ഒരു അർത്ഥമില്ലെന്ന് തോന്നിപ്പോകുന്നു. 65 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മലയാളി സ്ത്രീയെ നോക്കൂ. അവർ ഒരു വീട്ടമ്മ മാത്രമാണെങ്കിൽ, അതായത് ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ, തന്റെ ആയുസ്സിൽ ശരാശരി 90,000 മണിക്കൂർ അടുപ്പിനരികിൽ ചെലവഴിക്കും. ഏതാണ്ട് 365 ദിവസം. ഇനി ജോലിക്ക് പോകുന്ന വീട്ടമ്മയുടെ കാര്യത്തിലും വലിയ വ്യത്യാസമില്ല. 65 വയസ്സ് വരെ ജീവിക്കുന്ന ജോലിയുള്ള മലയാളി സ്ത്രീ 60,000 മണിക്കൂർ വരെ അടുക്കളയിലായിരിക്കും. ഒരു വികസിത രാജ്യത്തിൽ, ഉദാഹരണത്തിന് അമേരിക്കയിൽ, കാനഡയിൽ, ബ്രിട്ടനിൽ, ജപ്പാനിൽ, ജോലിയില്ലാത്ത സ്ത്രീ തന്റെ ആയുസ്സിൽ 30,000 മണിക്കൂർ മാത്രമാണ് അടുക്കളയിൽ ഉണ്ടാകുക. ജോലിയുള്ള സ്ത്രീ 18,000 മണിക്കൂറിൽ താഴെ മാത്രവും. കൊള്ളാവുന്ന രാജ്യങ്ങളിലെ സ്ത്രീകളെക്കാൾ 3-4 ഇരട്ടി സമയം അടുക്കളയിൽ നിന്ന് സ്വയം പുഴുങ്ങി നിങ്ങൾ എന്താണ് മലയാളി വീട്ടമ്മമാരെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്?